ഈ കടലിൽ അപകടങ്ങളിൽപ്പെടുന്ന മത്സ്യത്തൊഴിലാളികളെ രക്ഷിക്കാൻ കൃത്യമായ സംവിധാനങ്ങളില്ല എന്ന പരാതി ആലപ്പുഴയിലെ തീരമേഖല ജനങ്ങൾ പറയുന്നുണ്ട്. കഴിഞ്ഞ 6 മാസത്തിനിടെ ആലപ്പുഴയിൽ നിന്ന് മാത്രം 20 മത്സ്യത്തൊഴിലാളികൾക്കാണ് ജീവൻ നഷ്ടമായത്. ഈ രീതിയിൽ വേഗത്തിൽ അപകട സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനം നടത്താൻ മത്സ്യത്തൊഴിലാളികൾക്ക് തന്നെ പരിശീലനം നൽകി ഒരു റെസ്ക്യൂ ടീം രൂപീകരിക്കാൻ സർക്കാർ മുൻകൈയെടുക്കണം എന്നാണ് ഇവിടുത്തുകാരുടെ ആവശ്യം. 2018 പ്രളയകാലം അന്ന് ചങ്കുപൊട്ടിക്കരഞ്ഞ കേരള ജനതയുടെ മനസ്സിലേക്ക് ഇതുപോലെ വള്ളങ്ങളുമായി രക്ഷയ്ക്കെത്തിയവരാണ് മത്സ്യത്തൊഴിലാളികൾ. അഭിമാനത്തോട് പറയുന്ന കേരളത്തിന്റെ രക്ഷാസൈന്യം. കടലിനോട് മല്ലിട്ട് ജീവിക്കുന്ന അവർക്ക് മതിയായ ജീവൻ രക്ഷാ സൗകര്യങ്ങൾ ഇന്നുമില്ല എന്നതാണ് വസ്തുത. ആലപ്പുഴ ജില്ലയുടെ മെയിൻ കൺസേൺ മീൻപിടുത്തക്കാരനായിരിക്കണം. ആലപ്പുഴ ജില്ല അറിയപ്പെടുന്നത് തീരദേശ ജില്ല എന്നാണ്. ഇപ്പം ഒന്ന് ആലോചിച്ച് നോക്കിയാൽ 20 മരണങ്ങളാണ് ഈ അടുത്ത കഴിഞ്ഞ 6 മാസത്തിനുള്ളിൽ കടപ്പുറത്തുണ്ടായത്. ഉൾക്കടലിലെ അപകടങ്ങളിലാണ് 20 മത്സ്യത്തൊഴിലാളികൾക്ക് ജീവൻ നഷ്ടമായത്. രക്ഷപ്പെടാവുന്ന അപകടങ്ങളിൽ പോലും മരണം സംഭവിക്കുന്നത് സംവിധാനങ്ങളുടെ വീഴ്ചയെന്നാണ് തീരദേശ ജനത പറയുന്നത്. ഞങ്ങൾ സ്വാഭാവികമായിട്ടും കളക്ടറെ വിളിക്കും. കളക്ടർ എന്ത് ചെയ്യണത്? കളക്ടർ ഉടനെ ഹെലികോപ്റ്റർ വിളിക്കും. അതുപോലെ തന്നെ കൊച്ചി വിളിച്ചിട്ട് ഷിപ്പ് വേണമെന്ന് പറയും. ഈ ഷിപ്പും ഹെലികോപ്റ്ററും ഒന്നും അപ്പം തന്നെ ഇറങ്ങി പുറപ്പെടില്ല. അവർക്ക് അനുവാദം വേണം. അവരുടെ ഹെഡ് ക്വാർട്ടേഴ്സിൽ വിളിക്കണം. അനുവാദം കിട്ടി അവരിവിടെ വരുമ്പോൾ ആൾ മരിച്ചു പോകും. പലപ്പോഴും ഫിഷറീസിൻ്റെ കയ്യിൽ ബോട്ടുണ്ട്. ആ ബോട്ട് തോട്ടപ്പള്ളിയിലാണ് ഹാങ്കർ ചെയ്യുന്നത്. അവിടെ നിന്ന് ആലപ്പുഴ നേരെ ഓടി വരാൻ നേരത്തെ ഒരു 3 മണിക്കൂറെങ്കിലും എടുക്കും. രക്ഷാപ്രവർത്തന സംവിധാനത്തിലെ അപാകതകൾ ഇതൊക്കെയാണ്. അപകട സ്ഥലത്തേക്ക് ഓടിയെത്താനെടുക്കുന്ന സമയം കടലിൽ ജീവന് വേണ്ടി പിടയുകയാണ് മത്സ്യത്തൊഴിലാളികൾ. ഇത് മാക്സൺ ബ്രിട്ടോയും ജോൺകുട്ടിയും. കഴിഞ്ഞ ആഴ്ച ഉൾക്കടലിൽ വള്ളം മറിഞ്ഞ അപകടത്തിൽപ്പെട്ട സംഘത്തിൽ ഇവരുമുണ്ടായിരുന്നു. ഞങ്ങൾ തിരിച്ചിങ്ങോട്ട് വരുന്ന വഴിക്കാണ് കടൽ പെട്ടെന്നൊരു പ്രതിഭാസം ഉണ്ടായിട്ടൊരു കടൽ വന്നിങ്ങനെ തട്ടിയപ്പോൾ ബോട്ട് അങ്ങനെ എടുത്ത് മറിയുകയും ചെയ്തു. ഞങ്ങളൊരു 2-2.5 മണിക്കൂറോളം കിടന്ന് തെർമോക്കോൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് 3 പേര് 4 പേര് അതുമേലിരുന്ന് പിന്നെ 2-3 പേര് വള്ളത്തിൻ്റെ പുറത്ത് മറിഞ്ഞ വള്ളത്തിൻ്റെ പുറത്തും കയറിയിരുന്നു. കരകാണ കടലിൽ മറിഞ്ഞ വള്ളത്തിൻ്റെ പുറത്ത് ജീവൻ തൂക്കിയിട്ട മണിക്കൂറുകൾ. കിട്ടിയ ഫോണിൽ ആദ്യം വിളിച്ചത് 2 നമ്പറുകളിലേക്ക്, കോസ്റ്റ് ഗാർഡിനെയും കരയിലെ മത്സ്യത്തൊഴിലാളികളെയും. വള്ളങ്ങളുമായി കടലിലേക്ക് ആദ്യം കുതിച്ചത് മത്സ്യത്തൊഴിലാളികൾ. വിളിച്ചപ്പോൾ അവർ പെട്ടെന്ന് തന്നെ കയറി വന്നു. അത് കഴിഞ്ഞപ്പോഴാണ് അവർ വന്ന് വലയും എടുത്ത് 3 ആളെ കൂടെ കര കൊണ്ടുവന്നപ്പോഴാണ് തോട്ടപ്പള്ളിയിൽ നിന്ന് നമ്മൾ കോസ്റ്റ് ഗാർഡ് എല്ലാവരും വരുന്നത്. കോസ്റ്റ് ഗാർഡ് എത്താനെടുത്ത സമയത്തിനുള്ളിൽ 3 ജീവനുകൾ കരക്കെത്തിച്ചു കടലിൻ്റെ മക്കൾ. ഔദ്യോഗിക രക്ഷാപ്രവർത്തന സംവിധാനങ്ങളിലെ പാകപ്പിഴകൾ അടയാളപ്പെടുത്തുന്ന സംഭവം. പരിഹാരവും തീരദേശ ജനത തന്നെ നിർദ്ദേശിക്കുന്നുണ്ട്. നമുക്കിവിടെ ഒരു നല്ല സ്കൂബ ഡൈവിംഗ് ടീമിനെ ഈ ആലപ്പുഴയിൽ സജ്ജമാക്കാൻ പറ്റും. ചെറുപ്പക്കാരായിട്ടുള്ള മീൻപിടുത്തക്കാരെ എടുത്തിട്ട് അവർക്ക് ട്രെയിനിങ് കൊടുക്കണം. ട്രെയിനിങ് കൊടുത്തിട്ട് ഈ 2 ടീമിനെയും അവർക്ക് അത്യാവശ്യം വേണ്ടടുത്ത് എത്താൻ പറ്റുന്ന നേരത്തെ പറഞ്ഞ കണക്ക് സ്പീഡ് ബോട്ട് സംവിധാനങ്ങളും ഉണ്ടാകണം. നമുക്ക് വിത്തിൻ നോ ടൈം വി വിൽ റീച്ച് ദ പ്ലേസ്. അവർ റിസ്ക് എടുക്കും. അതിനുള്ള കറേജ് മീൻപിടുത്തക്കാർക്കുണ്ട്. ഇവരെ PSC വഴി പോസ്റ്റ് ചെയ്തിട്ട് രക്ഷാപ്രവർത്തകരെന്ന് ലേബലും കൊടുത്തിട്ട് നമുക്കിവിടെ കടപ്പുറത്ത് അവരെ പോസ്റ്റ് ചെയ്തൂടെ? ഉൾക്കടലിലെ അപകടങ്ങളിൽ ജീവന് വേണ്ടി പിടയുമ്പോൾ കരം പിടിക്കാൻ കടലിനെ അറിയുന്നവരല്ലാതെ മറ്റാര്? മത്സ്യത്തൊഴിലാളികളുടെ ചോദ്യത്തിന് പ്രസക്തി ഏറെയാണ്, പരിഗണിക്കപ്പെടേണ്ട വിഷയവുമാണ്. ആലപ്പുഴയിൽ നിന്ന് ഷിബിൻ ബഷീറിനൊപ്പം അശ്വിൻ പാലാഴി, 24. പൊതുജനം കഴുതയല്ല സാർ. എന്തായാലും ആ വിഷയത്തിൽ ഒരു ഇടപെടൽ അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകട്ടെ. ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ അവരുടെ ആവശ്യം, പ്രത്യേകിച്ചും ആലപ്പുഴയിലൊക്കെയുള്ള തീരമേഖല ജനങ്ങൾ പറയുന്നു, റെസ്ക്യൂ ടീം അവർക്കായി തന്നെ രൂപീകരിക്കണം. അതിന് പ്രത്യേക പരിശീലനം നൽകണം. എങ്കിൽ മാത്രമേ ഇത്തരം അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ കൃത്യസമയത്ത് എത്തി അവിടെ രക്ഷാപ്രവർത്തനം നടത്താൻ കഴിയുകയുള്ളൂ എന്നാണ് അവർ പറയുന്നത്. അതിലൊരു ഇടപെടൽ ബന്ധപ്പെട്ട അധികാരികളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.